ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര വേറെ എങ്ങോട്ടല്ല കേട്ടോ, ഒരു ടെമ്പിൾ യാത്രയാണെന്ന് വേണേൽ പറയാം. ഞാനും കുഞ്ഞാറ്റി ഇതുവരെ പോകാത്തൊരു സ്ഥലമാട്ടോ ഈ ഒരു അമ്പലം. അമ്മയും അച്ഛനും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ രണ്ടാളും ആദ്യം കേട്ടോ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നല്ലോണമുണ്ട്. അല്ല, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞല്ലോ, നമ്മൾ മാടായിക്കാവ് അമ്പലത്തിലോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു അമ്പലം ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ കുഞ്ഞാൻ്റെ മുമ്പ് എന്തൊക്കെയോ ഗോഷ്ടി അണിക്കുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി പറയാനാണെങ്കിൽ ഇതേപോലത്തെ റോഡിലൊക്കെ പോകുമ്പോൾ ഈ ചെറിയ വണ്ടികളെ വലിയ കാറ് മുതലായവ ശ്രദ്ധിക്കുന്നില്ല ഗൈസ്. എത്രയോ തവണ നമ്മളെ മേത്ത് വെള്ളം തെറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഷോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, തെറിപ്പിച്ച കാറിൻ്റെ. പക്ഷെ അധികം കിട്ടിയില്ല. കോട്ടിട്ടുകൊണ്ട് മേത്ത് ഫുള്ളായിട്ട് തെറിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പറ്റ കുളിച്ചേനെ. 2-3 കാർ അങ്ങനെ പോയിട്ട് സത്യം പറഞ്ഞാൽ എനക്കും കുഞ്ഞിനൊക്കെ നല്ല ദേഷ്യം പറഞ്ഞിട്ട്. കാരണം അത്രയും ഒരുങ്ങി പോയിട്ട് അതിലൊക്കെ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയ അവസ്ഥയാണല്ലോ. അപ്പം ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ എത്തുമെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഞാൻ ഇടയ്ക്കൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, വീട് കണ്ട കളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ മുമ്പോട്ട് പോയി നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മഴയാണെങ്കിലും എനിക്കൊരു ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ലൈക്കായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് ഹോട്ടലൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണ് മഞ്ഞളിച്ചിട്ട് കാര്യമില്ല. അമ്പലത്തിൽ പോയാതെ അമ്മ എനിക്ക് ഫുഡ് വാങ്ങിത്തരില്ല. അങ്ങനെ നമ്മുടെ കവാടം അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ശ്രീ തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം എന്നാട്ടോ ഇതിൻ്റെ റിയൽ പേര്, പക്ഷെ നമ്മൾ മാടായിക്കാവ് എന്ന് വിളിക്കുന്നു. അങ്ങനെ 2 വണ്ടി മുമ്പിലുണ്ടാവുകൊണ്ട് സ്പീഡ് പോകാൻ പറ്റൂല. അപ്പം പിന്നെ നമ്മൾ സ്ലോ ആക്കിയിട്ട് തന്നെ പോയി. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ചളിയും കൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് തന്നെ പോകണം. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കോവിൽ പോലത്തെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, അവിടെ വലിയ ആലൊക്കെ ആക്കിയിട്ട്. അങ്ങനെ നമ്മൾ എന്ന് പറയുന്നതിന് മുന്നേ കുറേ ബോഡി ഗാർഡ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ടോപ്പ് വേറെ ഇടുന്നല്ലേ ഗൈസ്, അമ്മേൻ്റെ ടോപ്പാണ്, ഞാൻ ചെറുതാക്കി എടുത്തു. അങ്ങനെ ഇതാണ് ഒരു വ്യൂ എന്ന് തന്നെ പറയുന്നത് അമ്പലത്തിൻ്റെ മുമ്പത്തെ വശത്തെ. അങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. രാമായണ മാസമായതുകൊണ്ട് ഇങ്ങനെ രാമായണമൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയപ്പോഴേ തുടങ്ങിയതാണ് കേട്ടോ, ഇതൊന്നും ഇല്ല. അപ്പോഴാണ് വിചാരിച്ചു ഇത്രയും ടൈം വായിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് വഴിപാട് കഴിപ്പിക്കണം എന്നുള്ള ഒറ്റ ചടങ്ങാണ്. വഴിപാട് കഴിപ്പിക്കാനായിട്ട് നീണ്ട ക്യൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കുറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടോ. അങ്ങനെ 3 ഷീറ്റിലായിട്ട് നമ്മൾ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരു ക്യൂ നിൽക്കണം ഗൈസ്. ആ ഒരു ക്യൂവിലേക്കാണ് നമ്മളിപ്പോൾ പുറപ്പെടുന്നത്. അപ്പോൾ പിന്നെ റിസ്ക്, നമ്മൾ വണ്ടിയിൽ മുമ്പും ബാക്കുമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫണ്ണൊന്നുമില്ല. അപ്പം അമ്പലം എത്തിക്കഴിഞ്ഞാൽ അമ്പലം നിന്ന് നമ്മൾ അതിൻ്റെ ഇടയ്ക്കുന്ന് ഫണ്ണ് കളിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്നും ഞാൻ ബാക്ക് നിന്നു. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ക്യാമറ കണ്ടപ്പോഴൊരു ആനന്ദമാണ് ആ മുഖത്ത് കണ്ടത് കേട്ടോ. അങ്ങനെ ഇതാട്ടോ രാമായണം വായിക്കുന്ന സ്ഥലം നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ മുമ്പ് കുറേ ചവിട്ടും കുത്തൊക്കെ ആയിട്ട് നമ്മൾ കിടന്നില്ലേ, നടന്നു നിന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. കുറേ നേരം നിന്നും കളിച്ചൊക്കെ നിന്നു. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് കുഞ്ഞാറ്റൻ്റെ തലയൊക്കെ തിരിച്ചു പിടിച്ചിട്ടാട്ടോ വീഡിയോ കാണിക്കുന്നത്. കാരണം കുഞ്ഞാറ്റൊക്കെ എങ്ങോട്ടോ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് നടയിലേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കൊത്തുപണിയൊക്കെ ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ. അത്രയും പെർഫെക്ഷൻ ആക്കിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട്. വീഡിയോ അധികം അലൗഡ് അല്ല, ഞാൻ അധികം എടുത്തിട്ടില്ല. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ശിവനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നെയ്വിളക്ക് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ഇറങ്ങാറായിട്ടോ. കുഞ്ഞാറ്റൊക്കെ കത്തിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ പിടിക്കാറുണ്ടാകുമ്പോൾ അതും വേണ്ട. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തിറങ്ങി. മഴയില്ലോട് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ ഷാളൊക്കെ തലയിലിട്ടിട്ട് സായിബാബും കളിച്ചിരിക്കുകയായിരുന്നു. കുഞ്ഞാറ്റേട്ടെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് അത് കാണാനുണ്ട്. അകിളി കണ്ടാൽ അറിയാവോളാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അമ്പലം ഇറങ്ങിയാൽ ഞാൻ പറഞ്ഞത് ഫുഡേന്ന്. ഇങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് വന്നു. ഞാൻ നടക്കുന്നുണ്ട് അറിയാം, അത്രയും ശവ കെട്ടിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ വെയിറ്ററെ കാത്ത് കേട്ടോ. കുഞ്ഞാറ്റക്കാണെങ്കിൽ ത്രികോണത്തിലുള്ള ഗീ റോസ്റ്റ് തന്നെ വേണം. ഇവരാണെങ്കിൽ നീളത്തിലാണ് കൊയ്സ് കൊണ്ടുവന്നത്. എൻ്റെ ആവി പറക്കുന്ന പുരി എങ്ങനെയൊന്നും പറയാൻ പറക്കരുത്. അപ്പോൾ പിന്നെ കുഞ്ഞാറ്റ കണ്ട ആ ഒരു മുഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാം നമ്മൾ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കെന്തോ അത് തികഞ്ഞില്ല. അപ്പോൾ നമ്മൾ രണ്ടാമതൊരു മൈസൂർ മസാലയും അതേപോലെ തന്നെ എനിക്ക് രണ്ടാമതൊരു പൂരിയും വാങ്ങി. ഞങ്ങൾ ആ കുത്തി പൊട്ടിക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി തോന്നി. ഇത് വീഡിയോ എടുത്തതിനൊരു മിസ്റ്റേക്ക് ആട്ടോ. അമ്മ നേരെ പിടിച്ചിട്ടെടുത്തു, നമ്മൾ എല്ലാം സൈഡിലേക്കാട്ടോ എടുത്തത്. ആ ഒരു ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞാറ്റൻ്റെ വായിലൊക്കെ എനിക്ക് ആ കുഞ്ഞാറ്റൻ്റെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബാസാൻഡി ആണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം നക്കിത്തറച്ച് എണിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാനായിട്ട് കുറച്ചും കൂടി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നി. കാരണം കുറേ കളിയും തമാശയൊക്കെ പറഞ്ഞിരുന്നൊക്കെയാണ് പോയത്.
അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ